സമയം പുലർച്ചെ 4 മണി. ദാൽ തടാകത്തിലൂടെയുള്ള ഈ ശിക്കാര യാത്ര ഒരു മാർക്കറ്റിലേക്കാണ്. ശ്രീനഗറിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക്. കാശ്മീരിലെ ദാൽ തടാകത്തിന്റെ ഒത്തുനടുക്കാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഈ മാർക്കറ്റ്. മറ്റു വള്ളങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ചന്ത കൂടുന്നിടത്ത് ഹാജരായി. 4:30 ആയതോടെ ചെറുവഞ്ചികളിൽ സാധനങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങി. തടാകത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഒരു ചെറുപാലത്തിന് സമീപമാണ് പതിവിടം. പുലർച്ചെ ആരംഭിക്കുന്ന ചന്ത വെളിച്ചം വെള്ളത്തിൽ വീഴും വരെ നീണ്ടു നിൽക്കും. നൂറ്റാണ്ടുകളായി ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് തടാകത്തിന് ചുറ്റും താമസിക്കുന്ന കർഷകരുടെയും ഗ്രാമീണരുടെയും ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഇടം എന്ന നിലയ്ക്ക് ആരംഭിച്ച സംവിധാനം ഇന്ന് കാശ്മീരിന്റെ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമായി ഇവിടെ നിലനിൽക്കുന്നു. വെട്ടം വീണു തുടങ്ങിയതോടെ വള്ളങ്ങളുടെ എണ്ണവും കൂടുന്നു. പൂക്കൾ, പഴങ്ങൾ, പച്ചക്കറികൾ അങ്ങനെ നിരവധി സാധനങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ തകർക്കുകയാണ്. ബാർട്ടർ സംവിധാനത്തിനെ ഓർമ്മപ്പെടുത്തി പരസ്പരം സാധനങ്ങൾ കൈമാറുന്ന തരം കച്ചവടമാണ് ഏറെയും കാണുന്നത്. വിൽപ്പനക്കാരായോ ഇടനിലക്കാരായോ ഒക്കെ നാട്ടുകാരിൽ പലരും ഉപജീവനമായി ഇന്നും ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ ആശ്രയിക്കുന്നു. വെജിറ്റബിൾ മാർക്കറ്റ് वो अच्छा रही है. तो देखता है अच्छा सब्जी है, अच्छा सेहत के लिए. लेग से नद्रू, कोदू, सनीची. क्या इसका मार्केट ये करीबन 400 साल से है. करीबन जब से हम हमारे दादा दादी पैदा हुए उनसे भी पहले था ये मार्केट. അധികമങ്ങും കണ്ടും കേട്ടും പരിചയമില്ലാത്ത ഈ വെറൈറ്റി ചന്ത കാണാൻ ശിക്കാരയിലും ചെറുവള്ളങ്ങളിലുമായി സഞ്ചാരികളും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്താറുണ്ട്. 7 മണിയാകുന്നു. അതായത് കച്ചവടമൊക്കെ അവസാനിപ്പിച്ച് മടങ്ങാനുള്ള നേരമായ നർത്തം. ലാഭത്തിനോ നഷ്ടത്തിനോ അപ്പുറം ഇന്നും ഈ മനുഷ്യർ ഈ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ടുകൂടിയാണ്. സഞ്ജു പൊറ്റമലിനൊപ്പം ഗോപാൽ ശീലാസനൽ, മീഡിയ 1, കാശ്മീർ.